വെൽക്കം ടു മൈ ചാനൽ. ഇന്നത്തെ എൻ്റെ വീഡിയോ ചോറ്റാനിക്കര ദേവീക്ഷേത്രത്തെ പറ്റിയാണ്. ചോറ്റാനിക്കര ദേവീക്ഷേത്രം എന്ന് കേൾക്കാത്തതായി ഭൂമി മലയാളത്തിൽ തന്നെ ആരുമുണ്ടാകില്ല. കേരളത്തിൽ നിന്ന് മാത്രമല്ല, നമ്മുടെ അയൽ സംസ്ഥാനങ്ങളായ തമിഴ്നാട്, കർണാടക, ആന്ധ്രാപ്രദേശ് എന്നിവിടങ്ങളിൽ നിന്ന് പോലും ദിനം പ്രതി ആയിരക്കണക്കിന് ഭക്തരാണ് ചോറ്റാനിക്കര ദേവിയെ കണ്ടു തൊഴാനെത്തുന്നത്. ഈ വീഡിയോയിൽ ചോറ്റാനിക്കര ദേവീക്ഷേത്രത്തിലെ പൂജകളെപ്പറ്റിയും അതിൻ്റെ സമയക്രമങ്ങളെപ്പറ്റിയും ചോറ്റാനിക്കര ദേവീക്ഷേത്രത്തിൽ ഭജനമിരിക്കുന്നവരുടെ രീതികളും നടപടിക്രമങ്ങളും ഏതൊക്കെ രീതിയാണ് ക്ഷേത്രം ഭരണസമിതി ചിട്ടപ്പെടുത്തിയിരിക്കുന്നതും വിശദമായി തന്നെ പ്രതിപാദിക്കുന്നുണ്ട്. പൂർണ്ണ വിവരങ്ങൾ ലഭിക്കുന്നതിന് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ പൂർണ്ണമായും കാണുവാൻ അഭ്യർത്ഥിക്കുന്നു. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുവാനും സബ്സ്ക്രൈബ് ചെയ്യുവാനും സപ്പോർട്ട് ചെയ്യുവാനും അപേക്ഷിക്കുന്നു. ലക്ഷ്മി നാരായണ സങ്കല്പത്തിലാണ് അമ്മ ആദിപരാശക്തി ചോറ്റാനിക്കരയിൽ കുടികൊള്ളുന്നത്. 2 ക്ഷേത്രങ്ങളാണ് ചോറ്റാനിക്കരയിലേത്. മേൽക്കാവെന്നും കീഴ്ക്കാവെന്നും അവ അറിയപ്പെടും. അമ്മ ലളിതാംബിക പ്രഭാതത്തിൽ സരസ്വതിയായും ഉച്ചയ്ക്ക് ഭദ്രാദേവിയായും വൈകുന്നേരം ദുർഗയായും മഹാദേവന്റെയും മഹാവിഷ്ണുവിന്റെയും സാന്നിധ്യം ഉള്ളതിനാൽ പാർവതീദേവിയായും മഹാലക്ഷ്മിയായും ആദിപരാശക്തിയുടെ എല്ലാ രൂപത്തിലും ഭാവത്തിലും മേൽക്കാവിൽ കുടികൊള്ളും. കീഴ്ക്കാവിലമ്മ ഉഗ്രരൂപിണിയായ ഭദ്രകാളിയായി കുടികൊള്ളും. സകല ബാധാദുരിതങ്ങളും മാറാവ്യാധികളും അമ്മയുടെ മുൻപിൽ വന്നാൽ മാറിക്കിട്ടുമെന്നുള്ളത് പ്രസിദ്ധമാണ്. ചോറ്റാനിക്കരയിൽ ഭജനമിരുന്നാൽ മാറാത്ത വിഷമതകളോ സ്വഭാവദൂഷ്യങ്ങളോ പിതൃദോഷ ദുരിതങ്ങളോ ഏറ്റവും പ്രധാനമായി ബാധാദുരിതങ്ങളോ ഇല്ല. ചോറ്റാനിക്കരയിൽ ഭജനമിരിക്കേണ്ട ചിട്ടവട്ടങ്ങൾ ക്ഷേത്രം ഭരണസമിതി തയ്യാറാക്കിയിട്ടുണ്ട്. അതിനെപ്പറ്റി ഈ വീഡിയോയിൽ വിശദമാക്കുന്നുണ്ട്. കീഴ്ക്കാവിലെ പ്രധാന വഴിപാടാണ് ഗുരുതി പൂജ. എല്ലാ ദിവസവും മേൽക്കാവിലെ അത്താഴപൂജയും ശീവേലിക്കും ശേഷമാണ് കീഴ്ക്കാവിൽ വലിയ ഗുരുതി പൂജ. കീഴ്ക്കാവിലെ ദേവിയുടെ വിഗ്രഹം ക്ഷേത്രം പണിതതിന് ശേഷമാണ് വന്നത്. അതിന് 3-4 നൂറ്റാണ്ടുകൾക്ക് മുൻപ് നടന്നതായി വിശ്വസിക്കുന്ന ഒരു ഐതിഹ്യമുണ്ട്. ഒരിക്കൽ ഗുപ്തൻ നമ്പൂതിരി തന്റെ ഗുരുവായ കോസപ്പള്ളി നമ്പൂതിരിയെ കാണാനായി പോകുകയായിരുന്നു. സമയം രാത്രിയായി. വഴിയിൽ ഒരു യക്ഷി സുന്ദരിയായ കന്യകയുടെ രൂപം ധരിച്ച് കൂടെ കൂടി. ദേവീ മാഹാത്മ്യം എന്ന കൃതിയുടെ കയ്യെഴുത്ത് പ്രതി കൈവശം സൂക്ഷിച്ചിരുന്നതിനാൽ യക്ഷിക്ക് നമ്പൂതിരിയെ ആക്രമിക്കാൻ കഴിഞ്ഞിരുന്നില്ല. എന്നിരുന്നാലും ഗുപ്തൻ നമ്പൂതിരി അവളിൽ ആകൃഷ്ടനായി. പിന്നീട് തന്റെ ഗുരുവിന്റെ വീട്ടിലെത്തിയ ഗുപ്തൻ നമ്പൂതിരി ഗുരുവിനോട് വഴിയിൽ കണ്ട സംഭവങ്ങൾ വിവരിച്ചു പറയുകയും ആ സ്ത്രീ ഒരു യക്ഷിയാണെന്ന സത്യം ഗുരു തിരിച്ചറിയുകയും ചെയ്തു. തുടർന്ന് രക്ഷയ്ക്കായി ഗുരു ഒരു മാന്ത്രിക തൂവാലയും അരിയും ശിഷ്യന് നൽകി. മടക്കയാത്രയിൽ യക്ഷി തന്നെ പിന്തുടരുന്നത് കണ്ട ഗുപ്തൻ നമ്പൂതിരി ചോറ്റാനിക്കര ദേവീ ക്ഷേത്രത്തിന്റെ വഴികളിലേക്ക് ഓടി. വഴിയിൽ അരിയെറിഞ്ഞു. തൂവാല യക്ഷിയുടെ നേരെ ചുഴറ്റി. അത് അവളുടെ വേഗത കുറച്ചു. യക്ഷി അടുത്തെത്തിയപ്പോൾ ക്ഷേത്ര അതിർത്തിക്കുള്ളിലേക്ക് ചാടി. എന്നിട്ടും പിന്തുടർന്നെത്തിയ യക്ഷി നമ്പൂതിരിയുടെ കാലിൽ പിടിച്ചു. ഗുപ്തൻ സഹായത്തിനായി ദേവി ചോറ്റാനിക്കര അമ്മയുടെ നാമം ഉറക്കെ വിളിച്ചു. അമ്മ മഹാകാളിയായി ശ്രീകോവിലിൽ നിന്നും പുറത്തുവന്ന് തന്റെ പള്ളിവാളുകൊണ്ട് യക്ഷിയുടെ തലയറുത്ത് ക്ഷേത്രം മുറ്റത്ത് സ്ഥിതി ചെയ്യുന്ന ആലിന്റെ ചുവട്ടിലേക്കെറിഞ്ഞു. തുടർന്ന് ക്ഷേത്രക്കുളത്തിലിറങ്ങി രക്തം കഴുകി. ആ കുളം ഇന്ന് യക്ഷിക്കുളം അല്ലെങ്കിൽ രക്തക്കുളം എന്നറിയപ്പെടുന്നു. ഈ കുളത്തിൽ നിന്നാണ് വില്യമംഗലം തിരുമേനി കീഴ്ക്കാവിലെ ഉഗ്രരൂപിണി ദേവി ഭദ്രകാളി വിഗ്രഹം കണ്ടെടുത്തത്. കീഴ്ക്കാവിലെ വലിയ ഗുരുതി വളരെ പ്രധാന വഴിപാടാണ്. ദുരാത്മാക്കളും മന്ത്രവാദവും മറ്റ് ബാധാദോഷങ്ങളേറ്റ് ബുദ്ധിമുട്ടുന്നവർക്ക് കീഴ്ക്കാവ് ക്ഷേത്രം സന്ദർശിച്ച് വലിയ ഗുരുതി പൂജയിൽ പങ്കെടുത്ത് ഗുരുതി പ്രസാദം വാങ്ങി സേവിച്ചാൽ എല്ലാ ദുരിതങ്ങളും ദോഷങ്ങളും മാറാവ്യാധികളും മാറുമെന്നാണ് വിശ്വാസം. ചോറ്റാനിക്കര ദേവീക്ഷേത്രത്തിലെ ഒരു പ്രധാന വഴിപാടാണ് ഭജന. ഭക്തർ അഭിഷ്ടകാര്യസിദ്ധിക്കും ചില പ്രത്യേക ആവശ്യങ്ങൾക്കുമായി നടത്തുന്ന ഒരു പ്രധാന വഴിപാടാണിത്. ഇവിടെ ഭജനം നാമജപത്തിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ്. ദേവസ്ഥാന മുറികളിൽ താമസിച്ചുകൊണ്ട് മാത്രം നടത്തേണ്ട ഒരു പ്രത്യേക ഭജനാ രീതിയാണിത്. സുഖത്തിലും ദുഃഖത്തിലും ഏതു സാഹചര്യത്തിലും ആയിരിക്കുമ്പോഴും ഏതൊരു ഭക്തനും സ്വന്തം ഇഷ്ടപ്രകാരം ഭജനം നടത്താം.
ചില ത്യാഗങ്ങൾ ചെയ്തുകൊണ്ട് ദേവിയെ പ്രീതിപ്പെടുത്താനുള്ള ഒരു പ്രത്യേക ശ്രമമാണിത്. മാനസികമോ ശാരീരികമോ ആയ അസുഖങ്ങൾ അല്ലെങ്കിൽ ക്ലേശങ്ങൾ, പിരിമുറുക്കം, സമ്മർദ്ദം, ഏകാഗ്രതയില്ലായ്മ, മോശം പെരുമാറ്റം, വിദ്യാഭ്യാസത്തിലെ ബുദ്ധിമുട്ടുകൾ, ജോലിയിലെ ബുദ്ധിമുട്ടുകൾ, വിവാഹ തടസ്സം, ടെൻഷൻ, സ്ട്രെസ് അല്ലെങ്കിൽ കുട്ടികളില്ലാത്ത ബുദ്ധിമുട്ട് മുതലായവയിൽ നിന്നും മുക്തി നേടുന്നതിനും എല്ലാത്തിലുമുപരി ആത്മീയമായ ഉയർച്ചയ്ക്കും ഭജനം ഇരിക്കാം. എന്നാൽ ചോറ്റാനിക്കരയിൽ ഭജനം ഇരിക്കണമെങ്കിൽ ഭക്തർ ചില നിയമങ്ങളും ചിട്ടകളും പാലിച്ചാൽ മാത്രമേ ഫലപ്രദമാകൂ. നിരവധി ഭക്തരുടെ അനുഭവങ്ങൾക്ക് ഇത് ഫലപ്രദമായ ഒരു പരിഹാരമാണെന്ന് തെളിയിക്കുന്നു. ഭജനമിരിക്കുന്നവർ തലേ ദിവസം ക്ഷേത്രത്തിൽ വന്നു ചേരേണ്ടതും പിറ്റേ ദിവസം രാവിലെ നിർമ്മാല്യ ദർശനം നടത്തി വ്രതശുദ്ധിയോടെ ഭജനം തുടങ്ങേണ്ടതുമാണ്. നിർമ്മാല്യ ദർശനത്തിന്റെ സമയം സാധാരണ ദിവസങ്ങളിൽ രാവിലെ 4 മണിക്കും വെള്ളിയാഴ്ചകളിലും മണ്ഡലകാല സമയത്തും രാവിലെ 3:30-നുമാണ്. നിർമ്മാല്യ ദർശനം മേൽക്കാവിലും കീഴ്ക്കാവിലും കഴിഞ്ഞ് നാമജപത്തോടുകൂടി പ്രദക്ഷിണം വെക്കേണ്ടതാണ്. പിന്നീട് ശിവൻ നടയ്ക്കൽ ധാരയും മേൽക്കാവിൽ എതിർത്ത് പൂജയും തൊഴുത് ശീവേലിക്ക് പ്രദക്ഷിണം വെക്കേണ്ടതാണ്. തുടർന്ന് കീഴ്ക്കാവിൽ ഗുരുതി തൊഴുത് ഗുരുതിപ്രസാദം വാങ്ങി പുറത്ത് സൂക്ഷിച്ചു വെച്ച് മേൽക്കാവിൽ പന്തീരടി പൂജ തൊഴുത് ഭജന നെയ് വാങ്ങി സേവിച്ച് ഗുരുതിപ്രസാദം കഴിക്കേണ്ടതാണ്. അതിനുശേഷം മാത്രമേ രാവിലത്തെ ആഹാരം കഴിക്കാൻ പാടുള്ളൂ. രാവിലത്തെ ആഹാരത്തിന് ശേഷം ക്ഷേത്രത്തിൽ നാമജപത്തോടുകൂടി പ്രദക്ഷിണം നടത്തേണ്ടതും പിന്നീട് ശിവൻ നടയ്ക്കൽ ധാരയും മേൽക്കാവിലെ ഉച്ചപൂജയും ഉച്ചശീവേലിയും തൊഴുത് നിവേദ്യച്ചോറ് വാങ്ങി ഉച്ചഭക്ഷണം കഴിക്കേണ്ടതുമാണ്. പകലുറക്കം നിർബന്ധമായും ഒഴിവാക്കേണ്ടതാണ്. വൈകിട്ട് 4 മണിക്ക് നട തുറക്കുമ്പോൾ മേൽക്കാവിലും കീഴ്ക്കാവിലും തൊഴുത് മുൻപറഞ്ഞതുപോലെ പ്രദക്ഷിണം വെക്കേണ്ടതാണ്. മേൽക്കാവിൽ ദീപാരാധന, അത്താഴപ്പൂജ, ശീവേലി തൊഴുത് കീഴ്ക്കാവിൽ ഗുരുതി പൂജ ദർശനം നടത്തേണ്ടതും ഗുരുതി തൊഴുത് പ്രസാദം വാങ്ങി സേവിച്ചതിനു ശേഷം രാത്രി ആഹാരം കഴിക്കേണ്ടതുമാണ്. പുറമേ നിന്നുള്ള ഭക്ഷണം ഒഴിവാക്കേണ്ടതാണ്. ഉപ്പ്, പുളി, എരിവ് എന്നിവ കുറഞ്ഞ ആഹാരം ശുചിയായി തയ്യാറാക്കി കഴിക്കാവുന്നതാണ്. പാലോ ഫലവർഗ്ഗങ്ങളോ കഴിക്കുന്നതാണ് ഉത്തമം. ഭജനമിരിക്കുന്നവർ ക്ഷേത്രാതിർത്തി വിട്ട് പുറത്തു പോകരുത്. ബാധാബാധിതരായി ഭജനമിരിക്കുന്നവരിൽ നിന്നും ക്ഷേത്രത്തിലും ക്ഷേത്രാങ്കണത്തിലും അശുദ്ധികൾ ഉണ്ടാകാതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ബാധാബാധിതരുടെ കൂടെ സഹായികൾ നിർബന്ധമായും ഉണ്ടായിരിക്കാൻ. ബാധാബാധിതരെ ബലിക്കൽപുര വരെ മാത്രമേ പ്രവേശിക്കുവാൻ പാടുള്ളൂ. വിധിപ്രകാരം ആൾ പ്രദക്ഷിണം നടത്തുന്നത് നവഗ്രഹ ദോഷ പിതൃദുരിത പരിഹാരത്തിന് നല്ലതാണ്. സ്ത്രീകൾ ബാധാബാധിതരായി വന്ന് ഭജനമിരിക്കുമ്പോൾ ഋതുമതികളായാൽ കൂടെ നിൽക്കുന്നവർ അവരെ ക്ഷേത്രസങ്കേതം വിട്ട് മാറ്റിപ്പാർപ്പിക്കേണ്ടതാണ്. അവർ 7 ദിവസത്തിന് ശേഷം മാത്രമേ ക്ഷേത്രത്തിൽ ഭജനമിരിക്കുവാൻ പാടുള്ളൂ. ഭജനകാലം കൂടുമ്പോൾ പ്രധാന ദേവീദേവന്മാർക്ക് യഥാശക്തി വഴിപാട് നടത്തേണ്ടതാണ്. ഭജനത്തിനുള്ള രസീത് അതാത് ദിവസം രാവിലെ 7:20 മുൻപായി എടുക്കേണ്ടതാണ്. രസീത് രാവിലെ നെയ്യ് വാങ്ങുന്നതിനും ഉച്ചയ്ക്ക് നിവേദ്യച്ചോറ് വാങ്ങുന്നതിനും കാണിക്കേണ്ടതാണ്. ഉത്സവകാലങ്ങളിൽ ഭജനം ഉണ്ടായിരിക്കുന്നതല്ല. വിശേഷ ദിവസങ്ങളിൽ പൂജാസമയങ്ങളിൽ മാറ്റമുണ്ടാകുന്നതാണ്. ക്ഷേത്രത്തിലെ പൂജാസമയവും നട തുറപ്പ് രാവിലെ 4 മണിക്ക്, മണ്ഡലകാലത്തും വെള്ളിയാഴ്ചകളിലും 3:30-നും, ശിവന്റെ നടയിൽ ധാര രാവിലെ 5 മണിക്കും ഉച്ചയ്ക്ക് 1 മണിക്കും, എതിർത്ത് പൂജ രാവിലെ 5:30-ന്, ശീവേലി രാവിലെ 6-ന്, കീഴ്ക്കാവ് ഗുരുതി നിവേദ്യം രാവിലെ 7:15-ന്, പന്തീരടി പൂജ 7:45-ന്, ഉച്ചപൂജ 11:30-ന്, ഉച്ചശീവേലി 12:30-ന്, വൈകിട്ട് നട തുറക്കൽ 4 മണിക്ക്, ദീപാരാധന വൈകിട്ട് 6:15-ന്, കീഴ്ക്കാവ് ഗുരുതി നിവേദ്യം വൈകിട്ട് 7-ന്, അത്താഴപൂജ 7:30-ന് ശേഷം, ശീവേലി 8 മണിക്ക്,
കീഴ്ക്കാവിൽ വലിയ ഗുരുതി രാത്രി 8:30 ശേഷം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ. അതുപോലെ തന്നെ ഇതുപോലെയുള്ള വീഡിയോകൾ തുടർന്നും ലഭിക്കുന്നതിന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.